ജപ്പാനിലെ തെക്കൻ നഗരമായ ഒയ്റ്റയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 170-ലധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചു. ഒയ്റ്റ നഗരത്തിലെ സഗനോസക്കി ജില്ലയിലെ തീരദേശ മേഖലയിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് തീ പടർന്നു പിടിച്ചത്. ദേശീയ അഗ്നിശമന സേനയുടെ കണക്കനുസരിച്ച് ശക്തമായ കാറ്റ് കാരണം തീ അതിവേഗം പടരുകയും 170-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നിരവധി വീടുകൾ പൂർണ്ണമായി തകരുകയും തീ സമീപത്തെ വനമേഖലയിലേക്ക് പടരുകയും ചെയ്തു. രാത്രി മുഴുവൻ നീണ്ട തീപിടുത്തം ബുധനാഴ്ചയും പൂർണ്ണമായി അണയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സംഭവസ്ഥലത്ത് നിന്ന് കാണാതായ 70 വയസ്സുള്ള ഒരാൾ മരിച്ചതായി അധികൃതർ പിന്നീട് സ്ഥിരീകരിച്ചു. ഏകദേശം 175ഓളം താമസക്കാരെ അടിയന്തര അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തീ അണയ്ക്കുന്നതിനായി ഒയ്റ്റ പ്രിഫെക്ചർ ഗവർണറുടെ അഭ്യർത്ഥന പ്രകാരം ഒരു സൈനിക അഗ്നിശമന ഹെലികോപ്റ്റർ അയച്ചതായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.